ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ടത്തെയും ഇന്നത്തെയും എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു കറിയാണ് ചക്കക്കുരും മാങ്ങയും. നമുക്കിന്നൊന്ന് വെച്ച് നോക്കിയാലോ? ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാവേ. ഒരു 10-15 ചക്കക്കുരു നന്നായിട്ട് പൊളിച്ച് വൃത്തിയാക്കി കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു അരമുറി ഉള്ളി കൂടി ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർക്കാം. അതിന് വേകാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കറടച്ച് തീയിൽ വെക്കാം. ഇത് കുക്കറിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല, സാധാ പാത്രത്തിൽ തന്നെ നമുക്ക് ഗ്യാസിലോ വിറകടുപ്പിലോ എവിടെ വേണമെങ്കിലും വെക്കാം. ചക്കക്കുരു അല്ല, എത്രയും പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നമ്മളിപ്പോൾ എളുപ്പത്തിന് കുക്കറിനകത്ത് വെച്ച് ശീലിച്ചു പോയി. ഇതിന് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് ഉണക്ക കാന്താരിയും 2 അല്ലി വെളുത്തുള്ളിയും 2 ചെറിയുള്ളിയും അല്പം മഞ്ഞൾപ്പൊടിയും നമുക്കെടുത്ത് വെക്കാം. അത് നന്നായി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. ഒരു വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സിമ്മിലിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഒരു വിസിലും കൂടെ വന്നപ്പോൾ ചക്കക്കുരു നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴുകി ചെത്തി വെച്ചിരിക്കുന്ന മാങ്ങയ്ക്കകത്തേക്ക് ഇതിൻ്റെ കൂടുതലുള്ള വെള്ളം അങ്ങ് ഒഴിച്ച് വെച്ചു. എന്നിട്ട് ആവശ്യമുള്ള കല്ലുപ്പൊടിയും ചക്കക്കുരു വെന്തതിലേക്ക് ചേർത്തിട്ട് ഒരു തവി കൊണ്ട് നന്നായി ഉടച്ചെടുക്കാം. പണ്ടൊക്കെ ചക്കക്കുരു വൃത്തിയാക്കുമ്പം അതിൻ്റെ കളർ വെളുക്കുന്ന വരെ ചിരണ്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ വെളുത്ത തൊലിയിൽ മാത്രം കളഞ്ഞാൽ മതി, ബാക്കിയുള്ള ഭാഗത്തിനാണ് കൂടുതൽ ഗുണമുള്ളതെന്ന്. ഉടച്ച ചക്കക്കുരുവിലേക്ക് ബാക്കി മാങ്ങയും ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് ഒരു വിസിലും കൂടെ വരുത്താം. അതപ്പോൾ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കുക. തിളയ്ക്കുന്ന ഏത് കറിയാണെങ്കിലും തിളയ്ക്കുമ്പോൾ അധികം തിളച്ച് പോകരുത്, പിന്നെ അതിന് ഗുണം ഉണ്ടാവില്ല. നമുക്കതിന് താളിക്കാനായിട്ട് ഒരു എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ടതിന് ശേഷം ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞതും 2 വറ്റൽമുളകും കുറച്ച് കരിയാപ്പില ഇട്ടത് മൂപ്പിച്ചെടുക്കാം. തിളച്ച കറി ഞാൻ കുക്കറിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് കടുക് വറുത്തത് കൂടെ ചേർത്ത് കൊടുക്കാം. മുകളിലൊരു കരിയാപ്പിലയും കൂടി ഇട്ട് നമുക്ക് അത് കുറച്ച് സമയം മൂടി വെക്കാം. നമ്മൾ വിളമ്പാറാകുമ്പോഴത്തേനും അത് കറക്റ്റായിട്ട് നല്ലൊരു മണവും നല്ല ഗുണവുമായിരിക്കും. പിന്നെ നമുക്കിന്നത് ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെ കഴിക്കാം. എൻ്റെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ ഈ ചക്കക്കുരു മാങ്ങേൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഞാൻ കഴിച്ചേക്കുന്നത് നല്ല ഉണക്കമീൻ വറുത്തത്, പ്രത്യേകിച്ച് നങ്ക് വറുത്തത്, തൂക്കമീൻ വറുത്തത്, പിന്നെ ഒരു അല്ലി അച്ചാറും. അത്രയും മതി, നല്ല സൂപ്പറായിട്ട് ചോറ് കഴിക്കാം. ചക്കക്കുരു മാങ്ങയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് കൂടുതൽ വെക്കണ്ട. ഒരു നേരത്തേനുള്ള ഒരു 10-15 ചക്കക്കുരു അതിനുള്ള ബാക്കി സാധനമൊക്കെ ഇട്ട് വെച്ചാൽ മതി. ചൂടോടെ കറി കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് നമ്മൾ കൂടുതൽ പ്രാവശ്യം കൂട്ടുമ്പോൾ അതിനുണ്ടാവില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നോട് പറയണം. നിങ്ങൾ വെക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ എന്നോട് പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക്